ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 15 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 15 ഇന്തോനേഷ്യ. ഏകദേശം 17,000 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഇന്തോനേഷ്യക്ക് 7,37,538 ചതുരശ്ര മൈലാണ് വലിപ്പം വരുന്നത്. 280 ദശലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന ഇവിടം ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിൽ 4ാം സ്ഥാനത്താണ്. നമ്പർ 14 മെക്സിക്കോ. വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമായി ഇത് 7,61,610 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ളതും 134 ദശലക്ഷത്തിലധികം ജനസംഖ്യയുമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 10ാമത്തെ രാജ്യമാണ്. നമ്പർ 13 സൗദി അറേബ്യ. പശ്ചിമേഷ്യയിലെ ഈ രാജ്യത്തിന് 8,30,000 ചതുരശ്ര മൈൽ വിസ്തീർണമാണ് ഉള്ളത്. കൂടാതെ ഏഷ്യയിലെ 5ാമത്തെ വലിയ രാജ്യവും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യവുമാണ് ഇത്. നമ്പർ 12 ഗ്രീൻലാൻഡ്. ഡെൻമാർക്ക് രാജ്യത്തിന്റെ ഒരു സ്വയംഭരണ പ്രദേശവും രാജ്യത്തിന്റെ 3 ഘടകങ്ങളിൽ ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലുതുമാണ് ഇത്. 8,36,330 ചതുരശ്ര മൈൽ വിസ്തൃതിയാണ് ഈ രാജ്യത്തിനുള്ളത്. നമ്പർ 11 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ. മുമ്പ് സയർ എന്നറിയപ്പെടുന്ന ഈ രാജ്യം ആഫ്രിക്കയിലെ 2ാമത്തെ വലിയ രാജ്യമാണ്. 9,05,556 ചതുരശ്ര മൈൽ വിസ്തീർണമാണ് ഈ രാജ്യത്തിനുള്ളത്. നമ്പർ 10 അൾജീരിയ. വടക്കേ ആഫ്രിക്കയിലെ മഗ്രിബ് മേഖലയിലെ ഈ രാജ്യത്തിന് 23,81,741 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ലോകത്തിലെ 10ാമത്തെ വലിയ രാജ്യവുമാണ്. നമ്പർ 9 കസാക്കിസ്ഥാൻ. പ്രധാനമായും മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന കരയാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തിന് 10,52,90 ചതുരശ്ര മൈലാണ് വിസ്തീർണമുള്ളത്. 20.5 ദശലക്ഷം ജനസംഖ്യയുള്ള കസാക്കിസ്ഥാനിൽ ചതുരശ്ര കിലോമീറ്ററിന് 8ൽ താഴെ ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ഒന്നാണ്. നമ്പർ 8 അർജന്റീന. തെക്കേ അമേരിക്കയിലുള്ള ഈ രാജ്യത്തിന് 27,80,085 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഉള്ളത്. ഇത് തെക്കേ അമേരിക്കയിലെ 2ാമത്തെ വലിയ രാജ്യവും അമേരിക്കയിലെ 4ാമത്തെ വലിയ രാജ്യവുമാണ്. നമ്പർ 7 ഇന്ത്യ. ദക്ഷിണേഷ്യയിലെ ഈ രാജ്യത്തിന് 12,69,219 ചതുരശ്ര മൈലാണ് വിസ്തീർണമുള്ളത്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യവും കൂടിയാണ് ഇന്ത്യ. നമ്പർ 6 ഓസ്ട്രേലിയ. ഏകദേശം 29,68,464 ചതുരശ്ര മൈൽ ഭൂവിസ്തൃതിയാണ് ഈ രാജ്യത്തിനുള്ളത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും പരന്നതും വരണ്ടതുമായ ജനവാസമുള്ള ഒരു ഭൂഖണ്ഡവുമാണ് ഇത്. ഏകദേശം 29 ദശലക്ഷം ജനസംഖ്യയുണ്ട് ഇവിടെ. നമ്പർ 5 ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായി ഇത് ജനസംഖ്യ അനുസരിച്ച് 7ാമത്തെ വലിയ രാജ്യമാണ്. ഏകദേശം 3,28,586 ചതുരശ്ര മൈലാണ് ബ്രസീലിന്റെ വിസ്തൃതി വരുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശങ്ങളിൽ ഒന്നുമാണ് ഇത്. നമ്പർ 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 50 സംസ്ഥാനങ്ങളും വാഷിംഗ്ടൺ DC എന്ന ഫെഡറൽ തലസ്ഥാന ജില്ലയും അടങ്ങുന്ന ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആണ് ഇത്. ഏകദേശം 3,79,674 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട് ഈ രാജ്യത്തിന്. ലോകത്തിലെ 3ാമത്തെ വലിയ ജനസംഖ്യയും ഇവിടെയാണ്. നമ്പർ 3 ചൈന. കിഴക്കൻ ഏഷ്യയിലെ ഈ രാജ്യം ഇന്ത്യ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യമാണ്. 9.6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, 1.4 ബില്യണിലധികം ജനസംഖ്യയുണ്ട് ഇവിടെ. പാലിയോലിത്തിക് കാലഘട്ടത്തിലാണ് മനുഷ്യർ ഇവിടെ എത്തിയത്. നമ്പർ 2 കാനഡ. വടക്കേ അമേരിക്കയിലെ ഈ രാജ്യം അറ്റ്ലാന്റിക് സമുദ്രം മുതൽ പസഫിക് സമുദ്രം വരെയും വടക്കോട്ട് ആർട്ടിക് സമുദ്രം വരെയും വ്യാപിച്ചു കിടക്കുന്നു. 41 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇവിടം 38,55,100 ചതുരശ്ര മൈലാണ് വിസ്തീർണമുള്ളത്. നമ്പർ 1 റഷ്യ. കിഴക്കൻ യൂറോപ്പിലും വടക്കേ ഏഷ്യയിലുമുള്ള ഈ രാജ്യം 11 സമയ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. 140 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇത് 66,1670 ചതുരശ്ര മൈൽ വിസ്തൃതിയിലാണ് പരന്നു കിടക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.